മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് തെളിയുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള തന്റെ അരങ്ങേറ്റത്തിൽ ബീഹാറിലെ ബങ്കിപ്പൂരിൽ ജൻ സ്വരാജ് സ്ഥാപകൻ പ്രശാന്ത് കിഷോർ മുന്നിലെത്തിയിരുന്നു. മധ്യപ്രദേശിലെ ദാദിയിൽ കോൺഗ്രസ് മികച്ച ലീഡ് നേടുമ്പോൾ ഗുജറാത്തിലെ മഞ്ചൽപൂരിലെ സീറ്റ് നിലനിർത്താൻ ബിജെപിക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ബങ്കിപ്പൂർ മണ്ഡലത്തിലെ മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മത്സരമായി മാറുകയാണ്. കാരണം 2025 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 238 സീറ്റുകളിലും പരാജയപ്പെട്ട ജൻ സ്വരാജ് പാർട്ടിക്ക് കിഷോറിന്റെ വിജയം അവരുടെ ആദ്യത്തെ വിജയമായി മാറുകയാണ്. മഞ്ചൽപൂരിൽ കോൺഗ്രസിനെതിരെ ബിജെപി തങ്ങളുടെ മുൻതൂക്കം നിലനിർത്തുമ്പോൾ ദാദിയയിൽ അധികാരം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. ബങ്കിപ്പൂർ മണ്ഡലത്തിൽ 16 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കിഷോർ 8966 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരുന്നു. ഇതോടെ തന്റെ കന്നി മത്സരത്തിൽ തന്നെ അദ്ദേഹം ശക്തമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 238 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഒരു സീറ്റ് പോലും ജയിക്കാനാവാതെ പോയതോടെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജൻ സ്വരാജ് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ആദ്യ വിജയമായി മാറുന്നതിനൊപ്പം 1995 മുതൽ ബിജെപി കൈവശം വെച്ചിരുന്ന ഈ സീറ്റിൽ അവരുടെ ആധിപത്യം അവസാനിപ്പിക്കുകയും ചെയ്യും. ഏപ്രിലിലെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ബിജെപി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ ആ സീറ്റ് രാജിവെച്ചതിനാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദാദിയയിൽ 8 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഘനശ്യാം സിംഗ് 6500-ലധികം വോട്ടുകളുടെ ലീഡ് നേടിയതോടെ കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇനിയും 9 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വഴിവെച്ച രാജ്യത്ത് ഉടനീളമുള്ള വൻകിട യുവജന പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിജെപിയുടെ ജനപ്രതിയെ സംബന്ധിച്ച ഒരു ജനഹിത പരിശോധനയാണ് മധ്യപ്രദേശിലെ ദാദിയ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. ഫലം ബിജെപിക്ക് അനുകൂലമായില്ലെങ്കിൽ അത് ദേശീയതലത്തിൽ വിപുലമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. മഞ്ചൽപൂരിൽ വോട്ടെണ്ണൽ ഒരു റൗണ്ട് കൂടി ബാക്കി നിൽക്കെ ബിജെപി സ്ഥാനാർത്ഥി സതീഷ് പട്ടേൽ കോൺഗ്രസ് എതിരാളി ദിഖാഭായ് റഭായേക്കാൾ വ്യക്തമായ ലീഡ് നേടി മുന്നിലായിരുന്നു. റബാരിക്ക് 24,677 വോട്ടുകൾ ലഭിച്ചപ്പോൾ പട്ടേൽ 55,244 വോട്ടുകൾ നേടി 30,000-ലധികം വോട്ടുകളുടെ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ അരങ്ങേറ്റവും ജൻ സ്വരാജ് ആദ്യ വിജയം നേടാനുള്ള സാധ്യതയും കാരണം 3 തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി ബങ്കിപ്പൂർ മാറിയിരിക്കുകയാണ്. ദാദിയ കോൺഗ്രസിനൊപ്പം തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പായപ്പോൾ മഞ്ചൽപൂർ ബിജെപിയുടെ കൈവശം തന്നെ തുടർന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.